ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. നമുക്കിന്ന് കുറച്ച് ഗ്രൗണ്ട് ഓർക്കിഡുമായിട്ടാണ് ഇന്ന്. നമ്മളെ ഗ്രൗണ്ട് ഓർക്കിഡൊക്കെ നല്ല ഭംഗിയായിട്ട് ഫ്ലവറായിട്ട് നിൽക്കും. കുറച്ച് ദിവസം കഴിയുമ്പോൾ ഫ്ലവറെല്ലാം അങ്ങ് വാടി കരിഞ്ഞങ്ങ് പോണു. പിന്നെ അടുത്ത് നിൽക്കുന്ന ഫ്ലവറിൻ്റെ മൊട്ടൊന്നും തന്നെ വിരിയൂലങ്ങ് കൊഴിഞ്ഞങ്ങ് പോവും. അപ്പോൾ അതെന്താണെന്ന് ആണ് ഞാൻ പറയാൻ പോണതേ. ഇതെല്ലാം നമ്മൾ ഓർക്കിഡ് ഉള്ളവരെല്ലാം ഇടയ്ക്കൊന്ന് ശ്രദ്ധിക്കണം. ഒരുപാട് പേര് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ ഫ്ലവർ നിറയെ വരണുണ്ട്, കുറച്ച് ദിവസം കഴിയുമ്പോൾ അത്രയും പൊഴിഞ്ഞു പോകണം. അതായത് കണ്ട എന്തോ കടിച്ച് ഇതെല്ലാം നല്ല ഭംഗിയായിട്ടിരിക്കണൊക്കെ അതങ്ങ് പോയിട്ട് അതിങ്ങനെ ആയിപ്പോണം, തനിയെ അങ്ങ് പൊഴിഞ്ഞ്. ഇത് സാധാരണ വന്നാൽ എല്ലാവർക്കും അറിയാമല്ലോ, ഇത് ഒരുപാട് നാൾ ലാസ്റ്റ് ചെയ്യണ ഫ്ലവറാണിത്. ഇത് വിരിഞ്ഞ് കഴിഞ്ഞ് വീണ്ടും അടുത്ത് ഫ്ലവർ ഇങ്ങനെ വന്നുകൊണ്ടേയിരിക്കും മാസങ്ങളോളം. 3 മാസം 5 മാസമൊക്കെ നിൽക്കും. അതിന് പുറമേ നിൽക്കുന്നതുമുണ്ട്. ഒരുപാട് പൊക്കത്തിന് ഹൈറ്റിന് ഇത് പോവല്ലേ ചെയ്യണത് ഇത് വിരിഞ്ഞിന്. പക്ഷേ ഈ ഒരു പ്രശ്നം ഇത് വന്നതിന് ശേഷം നമുക്ക് ഈ പൂവിലങ്ങ് അവസാനിക്കും. ഇത്ര പൂമുട്ടി തന്നെ ഈ വിരിയണത് തന്നെ പിന്നെ നമുക്ക് കാണാൻ പറ്റില്ല. അതെന്താണെന്ന് എല്ലാവരും ഒന്ന് ശ്രദ്ധിക്കണം. അതിന് വേണ്ടിയിട്ടാണ്. അതായത് കണ്ട ഒരു വണ്ട് കണക്ക് ഒരു മഞ്ഞ കളറിലൊരു വണ്ട് വന്നിട്ട് എൻ്റെ ഈ പൂവ് അത്രയും കഴിക്കും. കഴിച്ച് ഇത് കടിച്ച് എന്താന്ന് പറയാൻ എൻ്റെ നീരെല്ലാം അങ്ങ് എടുത്ത് ഒരുമാതിരി അങ്ങായിപ്പോവും എൻ്റെ ഫ്ലവറെല്ലാം. കണ്ട ഇതെവിടെയൊക്കെ കടിച്ച് കണ്ട ഈ സൈഡിലെല്ലാം ഫ്ലവറെല്ലാം കടിച്ച് തിന്നിരിക്കുകയാണ്. അപ്പോൾ അതിന് പരിഹാരമാണ്. ഒന്ന് ശ്രദ്ധിച്ചില്ലെന്നുണ്ടെങ്കിൽ നമ്മളത് ഫുള്ളും അത് പോവും. ഇത് കണ്ട ഈ യെല്ലോ കളർ നല്ല ഭംഗിയായിട്ട് നിന്നേനെ. ഇത് കണ്ട ഇതിങ്ങനെ ആവുമ്പം തന്നെ നോക്കിക്കോണം ഇതിനകത്ത് എന്തോ ഉണ്ടെന്ന് നോക്കണം. വേണ്ട ഇതെല്ലാം കടിച്ച് ഇതെല്ലാം ഇത് വണ്ടാണ് വന്ന് പൂർണ്ണമായിട്ട് ഈ ജീവി വന്ന് പറ്റിപ്പോയ ഈ പ്ലാന്റ്സ് കണ്ടുപിടിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഒരു ഓർക്കിഡിൻ്റെ ഇതുപോലും കിട്ടൂല കേട്ടോ. അത് എല്ലാം നശിപ്പിച്ച് കളയും. നിമിഷ നേരം കൊണ്ട് എല്ലാം അത് നശിപ്പിച്ച് കളയും. അത് പിന്നെ കഴിച്ചിട്ട് ഇത് പറന്ന് പോവില്ല. ഈ പൂമുട്ട് ഇതുപോലത്തെ പൂമുട്ട് ഹോളുണ്ടാക്കി അതിനകത്തിരിക്കും. ഇരുന്നിട്ടാണ് ഇത് വീണ്ടും ബാക്കിയുള്ള എല്ലാ ഫ്ലവറിൻ്റെ പൂമുട്ടും എല്ലാം കഴിക്കും. എന്നിട്ട് ഈ ഫ്ലവറിൻ്റെ ഈ മുട്ടിൽ അത് മുട്ടയിട്ട് വയ്ക്കും അതിനകത്ത്. അതിൽ നിന്ന് കുഞ്ഞ് വിരിഞ്ഞിട്ട് ആ കുഞ്ഞും ഈ വലിയ വണ്ടുമായിട്ടാണ് നമ്മൾ ഓരോ ദിവസം നോക്കുമ്പോഴും ഇതെല്ലാം തീർന്നുകൊണ്ടേ ഇരിക്കുള്ളൂ. എന്താണ് കാരണം എന്ന് അറിയാൻ പറ്റും. നമ്മൾ ഒന്നും നോക്കുമ്പോൾ ഒന്നും കാണില്ല. സംഭവം ഇതിനകത്തിരിക്കുന്നതാണ് ഇറങ്ങി വന്നിട്ട് എല്ലാം നശിപ്പിക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ ഇവിടെ നമ്മളെ മാജിക്കാണ് സ്പ്രേ ചെയ്ത് കൊടുക്കുന്നത്. എന്തെങ്കിലും ഒന്ന് നമ്മൾ അടിച്ചു കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ മാജിക്ക് കയ്യിലില്ലാത്തവർ സാഫ് ഒരു പരിധി വരെ അത്രയ്ക്കങ്ങ് മാറി നിൽക്കുന്നെന്ന് ഉറപ്പ് പറയാൻ പറ്റില്ല. ഒരു പരിധി വരെ വല്ലപ്പോഴും ലീഫിലും ഇതിൻ്റെ ഫ്ലവറിലും ഒട്ടിലും ഒക്കെ ഒന്ന് അടിച്ചു കൊടുക്കണം. എന്നിട്ട് അതും ഈ മാജിക്ക് കയ്യിലില്ലാത്തവർ നമ്മളാ ഉറുമ്പ് പൊടി കയ്യിൽ കാണുമല്ലോ, ഉറുമ്പ് പൊടിയുള്ളവർ ഇതിൻ്റെ ലീഫിലും ഇതിൻ്റെ ചുവട്ടിൽ നിന്ന് ഇട്ട് കൊടുക്കണം. ചുവട്ടിലും ലീഫിലും ഇതിൻ്റെ ഈ ഫ്ലവർ മൊട്ടിലും എല്ലാം. നമ്മൾ ആ ചെടിക്ക് ഒരു കംപ്ലൈൻറ്റ് വരില്ല, ഫ്ലവറിനൊന്നും ഒരു കംപ്ലൈൻറ്റ് വരില്ല. ഉറുമ്പ് പൊടിയൊന്നും അല്പമൊന്നും ഇട്ട് കൊടുക്കണേ. ഇട്ട് കൊടുത്താലും ഇങ്ങനത്തെ ജീവികൾ വണ്ടായാലും വിട്ടിലായാലും ഒന്നും ഇതിൻ്റെ സ്മെല്ലുള്ളത് കാരണം ഇതിൻ്റെ അടുത്തോട്ട് പോലും വരില്ല. അതൊന്ന് ചെയ്യണേ. ഇല്ലെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ മാജിക്ക് തന്നെ നമുക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഒരു 3 ദിവസം കൂടുമ്പോഴൊക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുക്കണം. ഇല്ലെന്നുണ്ടെങ്കിൽ ഇത് ഒരുപാട് നാൾ നിൽക്കാനുള്ള പ്ലാന്റ്സ് നമുക്കൊരു അല്പ ദിവസങ്ങൾ കൊണ്ട് ഇതെല്ലാം നശിച്ചു പോകും. അപ്പോൾ ഈ ഓർക്കിഡ് ഉള്ളവരെല്ലാം ഇതുപോലെ തുടക്കമേ തന്നെ ഇത് ചെയ്യണം. ചെയ്യില്ലെന്നുണ്ടെങ്കിൽ ഞാൻ ഇന്നലെ 2 എണ്ണത്തിനെടുത്ത് കൊന്ന് കണ്ടതുകൊണ്ട് 2 എണ്ണത്തിനെടുത്ത് നശിപ്പിച്ചപ്പോൾ അതാണ് നിങ്ങൾക്കുമായിട്ടും കൂടെ ഇതൊന്ന് പരിചയപ്പെടുത്താമെന്ന് വെച്ചിട്ട് വീഡിയോ ആയിട്ട് ഇട്ടത്. അപ്പോൾ ഇഷ്ടമായ ലൈക്കും കമൻറ്റും ചെയ്യാൻ മറക്കരുതേ. ഓക്കേ.